റോട്ടറി ക്ലബ്ബ് ഓഫ് ട്രിവാൻഡ്രം നടത്തുന്ന വിമൻസ് ക്രിക്കറ്റ് ടീമിൻ്റെ ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിമൻസ് ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷൻ അനിൽകുമാർ അനീറ്റി നായർ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട രഘുചേട്ടൻ, എനിക്ക് രഘുചേട്ടൻ എന്ന് പറയാം, അതുപോലെ നമ്മുടെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രഘുചേട്ടൻ, അതുപോലെ നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ഈ വാർഡിൻ്റെ കൗൺസിലറായിട്ടുള്ള ശ്രീ ഹരികുമാർ അവർക്ക്, അതുപോലെ കിഡ്സ് ക്രിക്കറ്റ് ടീമിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ശ്രീ അനിൽകുമാർ സർ, അതുപോലെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട വനിതാ ക്രിക്കറ്റ് ടീം മെമ്പേഴ്സ്, അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉന്നതമായ നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ ഒരു പരിപാടിയുടെ ഭാഗമായി, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുമായി ബന്ധപ്പെട്ട് ഈ ഒരു പരിപാടിയുടെ ഭാഗമായി എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് സന്തോഷം. കാരണം ഇന്ന് മാത്രമാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ എന്ന് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും സ്ത്രീകളെ പുകഴ്ത്തി പറയുന്ന ഒരു ദിവസമാണ്. ഈ ഒരു പരിപാടിയിൽ ഇങ്ങനൊരു ഭാഗമായി ഒരുപാട് സന്തോഷം. എനിക്കിവിടെ വരും എൻ്റെ ഫ്രണ്ട് ഇരിപ്പുണ്ട്, ഇവിടെ സന്തോഷം. ഞങ്ങൾ ഈ ഒരു ഇവിടെ ഒരു ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ രഘുചേട്ടനോട് സൂചിപ്പിച്ചു, ഞാൻ പണ്ട് സ്കൂളിൽ ഞാൻ മന്നൻ മെമ്മോറിയൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ മന്നൻ ട്രോഫി എന്ന് പറഞ്ഞിട്ടൊരു മന്നൻ ട്രോഫി കലോത്സവം എന്ന് പറഞ്ഞിട്ട് കലാകായികോത്സവം എന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് അതിനുശേഷം അവിടെ സ്കൂളിലെ പ്രാക്ടീസുണ്ട്. അതിനുശേഷം നമുക്ക് അവിടെ ഓരോ ടീം ഉണ്ട്, ക്രിക്കറ്റ് ടീം, കൊക്കോ, കബഡി, അങ്ങനെ എല്ലാ ടീംസുണ്ട്. അപ്പോൾ നമുക്ക് ക്രിക്കറ്റിൻ്റെ പ്രാക്ടീസും ഇവിടെ ഒരു മത്സരം നടന്നിട്ടുണ്ട്. കോട്ടണൽ സ്കൂളും മന്നൻ മെമ്മോറിയൽ സ്കൂളുമായിട്ടുള്ള മത്സരം നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് അതാണ് ഓർമ്മയുള്ളത്. അപ്പോൾ മന്നൻ മെമ്മോറിയൽ സ്കൂളിൽ ക്രിക്കറ്റ് ടീമിൽ ഞാനും അന്ന് ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം അപ്പോൾ ഇങ്ങനത്തെ ഇതൊന്നുമില്ല, ഷെഡും അങ്ങനെയൊന്നുമില്ല. ഫുൾ വന്നിട്ട് ഞങ്ങൾ കളിച്ചിട്ട് അവിടെ ആ വെയിലത്ത് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇങ്ങനെ അല്ല, ഗ്രൗണ്ട് അന്ന് ഇങ്ങനെ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ഇതായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു ക്രിക്കറ്റ് ടീമിൻ്റെ പ്രത്യേകിച്ച് വിമൻസ് ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു ടൂർണമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുവാൻ സാധിച്ചതിൽ. കാരണം നമുക്ക് എപ്പോഴും ക്രിക്കറ്റ് ടീം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൽ വനിതകളെ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ക്രിക്കറ്റ് ടീം എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ടൊക്കെ സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി അവരെയൊക്കെ അറിയാം. ഇപ്പോഴാണെങ്കിൽ സഞ്ജു സാംസൺ അങ്ങനെയൊക്കെ അറിയുള്ളൂ. വനിതാ ക്രിക്കറ്റ് ടീംസിൻ്റെ നെയിംസ് ചോദിച്ചാൽ പലർക്കും അറിയാത്തൊരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും പുരുഷനോടൊപ്പം തന്നെ പ്രാധാന്യമാണ്, അല്ലെങ്കിൽ അവരെക്കാൾ മുകളിൽ എല്ലാ മേഖലയിലും മുന്നിൽ നിൽക്കുന്നവരാണ് സ്ത്രീകളെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ മേഖലയും, കലാമേഖലയിലായാലും കായിക മേഖലയിലായാലും രാഷ്ട്രീയത്തിലായാലും ഒക്കെ തന്നെ പുരുഷനോടൊപ്പം, അതിനൊക്കെ പുരുഷനേക്കാൾ മുകളിൽ സ്ത്രീകൾ ഇപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ഇവിടെ കാണുമ്പോൾ തന്നെ ഒരുപാട് പരിചിതമായിട്ടുള്ള മുഖങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഒരുപാട് സന്തോഷം. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ തന്നെ നമ്മുടെ ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ കളിച്ച് വളരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്ക് നാളെ പറയാൻ സാധിക്കണം, ഞാൻ വന്ന വേദിയിൽ നിന്ന് ഇത്രയും കുട്ടികൾ നമ്മുടെ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ട് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കാരണം വനിതകളൊക്കെ തന്നെ മുന്നോട്ട് വരുന്നത് കാണാൻ തന്നെ ഒരുപാട് സന്തോഷമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾക്ക് തന്നെ ഇപ്പോൾ ഞാനടക്കം പലരും നമുക്കൊരു മേഖല ഞാൻ പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മളൊരു പൊസിഷനിൽ എത്തിപ്പെടുക എന്നുള്ളത് വളരെയധികം വലിയൊരു കഴിവ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. പക്ഷേ ആ ഒരു പൊസിഷനിൽ എത്തിയാൽ അവിടെ നിലനിന്ന് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കഴിവ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളൊരു മേഖലയിൽ അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ എത്തുമ്പോൾ ഒരുപാട് നമുക്ക് നേരെ ഒരുപാട് പല വെല്ലുവിളികൾ ഉണ്ടായിരിക്കാം, പലപ്പോഴും കല്ലറിയും ഉണ്ടായിരിക്കും, ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം, സൈബർ ബുള്ളിങ് ആയിരിക്കാം. നമുക്കൊരു ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അതിലൊന്നും തളർന്നു പോകാതെ നമ്മൾ മുന്നോട്ട് പോവുക, നമ്മുടെ മുന്നിലുള്ള ഗോൾ വിൻ ചെയ്യുന്നത് നമ്മളെല്ലാവരും എല്ലാ നെഗറ്റീവ്സിനും മാറ്റിവെച്ച് നമ്മൾ അതിനുവേണ്ടി മാത്രം ശ്രമിക്കുക എന്നാണ് എനിക്ക് അതിൽ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ നമ്മൾ സ്പോർട്സ് പേഴ്സൺ ആകുമ്പോൾ നമുക്ക് മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ തന്നെ നമ്മൾ സ്ട്രോങ് ആയിരിക്കും. പലപ്പോഴും പല ആളുകളും എന്തെങ്കിലും ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ നമുക്കറിയാം പലരും ആത്മഹത്യയിലും ഒക്കെ തന്നെ പോകുന്നു. പക്ഷെ ഒരിക്കലും ഒരു സ്പോർട്സ് പേഴ്സൺ ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ചിന്തയിലോട്ടേ പോകില്ല. കാരണം നമ്മൾക്കിപ്പോൾ സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും, അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. തോറ്റു എന്ന് പറഞ്ഞിട്ട് നാളെ അയ്യോ ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കോ ഒന്നും തന്നെ പോകില്ല. കാരണം അവർക്കറിയാം ഓരോ മത്സരവും ഓരോ പാഠമാണ്. ഇപ്പം ഇന്നൊരു മത്സരത്തിൽ ജയിച്ചുവെങ്കിൽ നാളെ ചിലപ്പോൾ തോറ്റു എന്ന് വരാം. ഇപ്പം ഇന്ന് തോറ്റുവെങ്കിൽ നാളെ ജയിച്ചു എന്ന് വരാം. അത് ഓരോ മത്സരത്തിന് അതുപോലെ ഇരിക്കും. കാരണം അതൊരു പരിശ്രമമാണ്.
മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി നമ്മൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ സ്പോർട്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് തന്നെയാണ്. ഹാർഡ് വർക്ക് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ വിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു മത്സരത്തിൽ തോറ്റു എന്ന് പറഞ്ഞിട്ട് ചടഞ്ഞ് കുടിഞ്ഞ് വീട്ടിലൊന്നും ഇരിക്കാതെ നമ്മൾ വീണ്ടും പ്രാക്ടീസിലോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ 100 മീറ്റേഴ്സ് ആണ് നമ്മുടെ മത്സരം എന്ന് വിചാരിക്കുക. 100 മീറ്റേഴ്സിന് ഇത്ര സെക്കൻഡ് കൊണ്ട് നമ്മൾ ഓടിയെത്തി. സെക്കൻഡ് നമ്മൾ വീണ്ടും നോക്കിയാൽ നമ്മൾ ആ സെക്കൻഡിനേക്കാളും കുറഞ്ഞ സെക്കൻഡിൽ ഓടി എത്തുക എന്നല്ല നമ്മൾ അടുത്ത് ചിന്തിക്കുന്നത്. കാരണം ഈ 100 മീറ്റേഴ്സ് നമ്മളിപ്പോൾ 17 സെക്കൻഡ്സ് കൊണ്ട് ഓടി എത്തിയെങ്കിൽ നെക്സ്റ്റ് നമ്മൾ അടുത്ത 100 മീറ്റേഴ്സ് റേസിന് മത്സരത്തിൽ വരുമ്പോൾ നമ്മൾ അതിനെക്കാട്ടിൽ മെച്ചപ്പെട്ട സമയം ഉണ്ടാക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് 100 മീറ്റേഴ്സ് എന്നായിരിക്കും. ലോങ് ജിമ്മിനായാലും നമ്മൾ ഇന്ന് ഇത്ര മീറ്റർ നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ നമ്മൾ ഇത്ര മീറ്ററാണ് ചാടിയത്. പക്ഷേ നമ്മൾ ഇനി അടുത്ത മത്സരത്തിന് പോകുമ്പോൾ നമ്മൾ അതിനെക്കാട്ടിൽ മെച്ചപ്പെട്ട സമയത്തിൽ ലോങ് ജമ്പിൽ ഫസ്റ്റ് വന്നാലും അതിനെക്കാട്ടിൽ മെച്ചപ്പെട്ട മീറ്ററിൽ ചാടി എങ്ങനെ എത്താമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് എല്ലാ മത്സരത്തിലും ഇപ്പോൾ തോറ്റൊരു വ്യക്തികളും നാളെ എങ്ങനെ കഠിനമായിട്ട് വർക്ക് ചെയ്തും നല്ല ലെവലിൽ അത് വിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് നമ്മൾ സ്പോർട്സ് ഇരിക്കുന്ന ഓരോ പേഴ്സൺസും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിലായാലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായിട്ട് വരുന്നുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പാഠങ്ങളായിട്ട് കണ്ട് നമ്മൾ മുന്നേറുക. ഒരുപാട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തളർത്തുവാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ പല രീതിയിലും ശ്രമിക്കും. അതിലൊന്നും തളർന്നു പോകാതെ അതിലൊന്നും വീഴാതെ നമ്മൾ മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ നമ്മുടെ ക്രിക്കറ്റ് ടീംസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ എല്ലാവരും മാതൃകയാകുന്ന തരത്തിൽ നമുക്കൊരു ടീമുണ്ട്, വിമൻസ് ടീമുണ്ട് എന്ന രീതിയിൽ നമുക്ക് അഭിമാനത്തോട് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഞങ്ങളുടെ ഒരു കളി കാണണമെന്നുണ്ടായിരുന്നു, അപ്പോൾ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നന്മ വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി. എൻ്റെ എല്ലാവിധ ആശംസകളും. നിങ്ങൾ കേരള ടീമിലും തുടർന്ന് ഇന്ത്യൻ ടീമിലും കളിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി മേയർ ആശാനാഥ് മാഡത്തിന് എൻ്റെ പേരിലും നമ്മുടെ ക്ലബിൻ്റെ പേരിലും കിഡ്സ് ക്ലബിൻ്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡൻറ്റ് രഘു സാറിന് എൻ്റെ പേരിലും ക്ലബിൻ്റെ പേരിലും കിഡ്സ് ക്ലബിൻ്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഹരികുമാർ സാറിന് നമ്മുടെ കൗൺസിലർ സാറിന് എൻ്റെ പേരിലും ക്ലബിൻ്റെ പേരിലും കിഡ്സ് ക്ലബിൻ്റെ പേരിലും നന്ദി പറയുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും ക്ലബിൻ്റെ പേരിലും നന്ദി പറയുന്നു. താങ്ക് യു.